ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് മേക്കപ്പ് ആൻഡ് ഓർണമെൻറ്റ്സ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകണം. ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായി ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. മേക്കപ്പ് മീൻസ് ഓർണമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ഇടാൻ മാത്രമുള്ളൊന്നും ഇടുന്നില്ല. അപ്പം എൻ്റെ കുറേ ഇങ്ങനെ പൊടി പിടിച്ച് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനോർത്ത് അതിനെല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. ഞാൻ പിന്നെ പോവാണല്ലോ, അപ്പം കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയത്തില്ല. സോ എൻ്റെ ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണിയാകാൻ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പാതിരാത്രിയിലാണ് ഇങ്ങനത്തെ കുറച്ച് ടെൻഡൻസി ഒക്കെ വരുന്നത്. നമുക്ക് ഈ എക്സാം ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കണം എന്നുള്ളൊരു ത്വരയൊക്കെ വരത്തില്ലേ, അപ്പോൾ അതുപോലെ. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. വലിയ ഓർഗനൈസ് ബോക്സോ അങ്ങനത്തെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ജസ്റ്റ് നമ്മുടെ സാധാ ബോക്സിലെ ടിന്ന് അതിനകത്തിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇത് കാണിക്കാം. ഇതെന്താണെന്ന് കണ്ടു നിങ്ങൾ? കണ്ടിട്ടൊരു മുട്ടയുടെ ഷേപ്പിൽ ഇതെന്തോ ഒരു മുട്ടായിയുടെ എന്തോ ഒരു ബോക്സാണേ. എനിക്കിങ്ങനത്തെ നല്ല എന്തെങ്കിലും കഴിച്ചിട്ട് വാങ്ങുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്യൂട്ട് ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എടുത്ത് വെക്കും. അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഞാൻ പുറത്തുനിന്ന് ഓർഗനൈസറൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു മുട്ട ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും, കണ്ടില്ലേ? അപ്പം ഇതിൽ ഞാൻ ആദ്യം ഇടുന്നത് എൻ്റെ കുറച്ച് ബുഷസ് ഇല്ലേ, അതാണേ. അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കട്ടെ. ഇതൊക്കെയാണേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒറ്റ യൂസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഒരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് ഞാൻ ഇട്ടതാണ്. അന്ന് മാത്രം ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അത്. ഇത് ഞാൻ എപ്പോഴും വാങ്ങിച്ചത് എനിക്കറിയത്തില്ല. ഇത് ഞാൻ കുറച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഒരിടയ്ക്കത്തെ ഭയങ്കര പ്രാന്തായിരുന്നു ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് വാങ്ങിച്ച് തലയിൽ കുത്തുന്നത്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ കൊട്ട പോലെ കെട്ടിയിട്ട് വെക്കത്തില്ല ആ സാധനം. പിന്നെ ഈ ഒരു സാധനം എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ മുടിയിൽ മുല്ലപ്പ് വെച്ച് കൊടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റുകാരുടെ മുകളിൽ നിന്ന് എടുത്തോളാൻ. ഇതുവഴി ഇങ്ങനെ മുല്ലപ്പ് ഇങ്ങനെ വെച്ചിട്ട് വെക്കുന്നില്ലേ, ആ സാധനം. ഞാൻ ഓരോ വട്ടവും സ്റ്റോക്ക് ചെയ്ത് വാങ്ങിച്ച് വെക്കുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോഴും ഇതൊരു ഒരെണ്ണേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ എവിടെ പോയി തക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൽ അടച്ച് വെക്കാം. ഓക്കേ, നമുക്ക് അടുത്ത സാധനം വെക്കാം. അടുത്തെന്ന് പറയുന്നത് ഒരു ടാസ്ക് പിടിച്ച സാധനമാണ് എൻ്റെ കമ്മൽ. ഞാനൊരു വീഡിയോയിൽ എൻ്റെ കമ്മലിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇത്രയുണ്ട്. ഇത് മാത്രമല്ല, പല പല ഡെപ്പകളിലുണ്ട്. ഇതുണ്ട്, ഇത് വേറെ സെക്ഷൻ. പിന്നെ ഇതിനകത്ത് വേറെ സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അന്ന് ഞാൻ വാങ്ങിച്ചില്ലേ ഈ ഒരു സ്റ്റാൻഡ്, ഇതിലാക്കണം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പണിയാണ്. സോ ഇതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇത് ചെയ്യുക. എന്നാലേ കുറച്ച് ഇതാകത്തുള്ളൂ, അല്ലെങ്കിൽ ലാഗാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ കോഴിക്കോട് നിന്ന് മുട്ടായി തെരുവിൽ നിന്ന് 150 സംതിങ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് എനിക്ക് തോന്നുന്നുണ്ടേ, അറിയില്ല. എനിക്ക് നല്ല ലാഭമായിട്ട് 150 അല്ല 130 അങ്ങനെ അത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ സാധനമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ മേക്കപ്പ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് ഇതേ വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ ഇട്ടേക്കുന്നത് കാണിക്കാം. ഇതിൽ എൻ്റെ ആക്രി എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കണം. താഴത്തെ തട്ടി തന്നെ. ഇത് 1 2 3 4 5 ഇതുണ്ട്, ഡ്രോ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു നോക്കുന്നത് എന്തായാലും നല്ല കേട്ടോ. നമ്മൾ ഒതുങ്ങിയിരിക്കും. ഈ അല്ലറ ചില്ലറ കാര്യങ്ങളില്ലേ, സേഫ്റ്റി പിന്നെ അങ്ങനെ പെട്ടെന്ന് തുറന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സേഫ്റ്റി പിന്നുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് വെക്കാമേ. പിന്നെ 2 പെന്നുണ്ട്. അടുത്തതിനകത്ത് ഞാൻ ഒരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് എന്താ ഞാൻ കാണിച്ചു തരാമേ. ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ, നമ്മുടെ എന്തോ
വാച്ചോ എന്തോ വാങ്ങിച്ചതിൻ്റെ ബോക്സാണ്. ഞാനിങ്ങനെ മിക്കപ്പോഴും ഞാൻ ഇങ്ങനത്തെ ബോക്സിലൊക്കെയാണ് എടുത്ത് വെക്കല്. അപ്പം ഇതിനകത്ത് ഞാൻ എൻ്റെ ഫെയർവെല്ലിനിട്ട മാല കേട്ടോ വെച്ചേക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്ക് ഗൈസ്. ഒറ്റയിടലേ ഇട്ടുണ്ട് കേട്ടോ, ഒറ്റയിടൽ നോക്ക്. ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു നെക്ക് പീസാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏതാണ്ട് 600-700 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓ എന്ത് ഭംഗിയാ കാണാൻ. അപ്പം ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇത് കുറച്ച് അത്യാവശ്യം റൗണ്ടിലുള്ള ഒരു സാധനമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ഹെവി ആയിട്ട് വേണ്ട, എനിക്ക് ചോക്കർ ടൈപ്പ് ഇവിടെ കിടക്കണമെന്ന്. ഫെയർവെല്ലിന് എൻ്റെ ലുക്ക് കണ്ടവർക്കറിയാമായിരിക്കും, ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാമേ. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ഇത്രയും മതിയായിരുന്നു, ഇത്രയെങ്കിലും മതിയായിരുന്നു. അപ്പം അത്രയും അവർ പറഞ്ഞു മോളെ അത്രയും വേണ്ട, ഇത്രയും തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ കടയിൽ അവരെ കൊണ്ട് മുറിപ്പിച്ച് ഇത്രയാക്കിയത് കേട്ടോ. ഇത്രയും ഇവിടം വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ് ഈ സാധനം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്മലും നെറ്റിച്ചുട്ടിയുണ്ട് കേട്ടോ. ഇതാണ്ട് അതിൻ്റെ കമ്മൽ, നെറ്റിച്ചുട്ടിയും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇതിടാൻ പറ്റിയൊരു ബോക്സ് എനിക്ക് ഇതുവരെ കിട്ടിയില്ലായിരുന്നു ഗൈസ്. അതിനെ ഞാനിപ്പം ഇതിനകത്ത് ഇട്ടത്. ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിനകത്തിടാം. അപ്പോൾ ഗൈസ് ദണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മുട്ടുസൂചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഹാങ് ചെയ്ത് നോക്കാം, എന്നൊക്കെ ഇങ്ങനെ പോകത്തില്ലായിരുന്നു. എന്തായാലും തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ഓർഗനൈസറൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിക്ക് വെക്കാം. തൽക്കാലം ഞാൻ ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് ഇതാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ സ്ലൈഡാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ സ്ലൈഡ്സ് ഉണ്ട്. അത് ഞാൻ ഇതിനകത്ത് തന്നെ എടുക്കുന്നില്ല, ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നേ. ഞാൻ ഇന്നലെ ഡേറ്റ് കഴിഞ്ഞപ്പോൾ കുറേ എടുത്ത് കളഞ്ഞു, കാരണം യൂസ് ആക്കുന്നില്ല. ആകെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഇടുന്നത്, എന്തോ ഡാസിലറിൻ്റെ. ബാക്കി ഇതെല്ലാം ചുമ്മാ വെച്ചേക്കുക വെറുതെ. എന്നിട്ട് ടൈമും ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ കാണുന്നതൊക്കെ വാങ്ങും, യൂസ് ആക്കത്തില്ല, അങ്ങനെ കൊണ്ടുപോയി ഇതിനകത്തിട്ടേക്കും. അപ്പം എൻ്റെ ഡേറ്റ് കഴിഞ്ഞു, ഞാൻ ഇന്നലെ 2-3 ചേർന്ന് എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഈ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് പറക്കി വെക്കാം. ഗൈസ് നെക്സ്റ്റ് എൻ്റെ കുപ്പിവള കേട്ടോ. ഇതിലുമായിട്ട് വെച്ചേക്കുന്നത്. ഞാനാണെങ്കിൽ ഇത് വള ഇടാൻ വേണ്ടി ഇതുപോലൊരു സ്റ്റാൻഡില്ലേ, അത് വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങുമ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. തൽക്കാലം ഇതിനകത്തിരിക്കട്ടെ. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമേ. നമുക്ക് അടുത്തത് ഈ ഒരു വയലറ്റോ നീലയോ എന്ത് കളർ പറയാം, ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ചുമ്മാ കാണുമ്പോൾ വാങ്ങും, എടുത്ത് വെക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മുടെ നല്ല മയിൽപ്പീലി കളറില്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്നത് മൈ ഫേവറേറ്റ്. പച്ച. ഇനി വന്നിട്ട് എൻ്റെ ബ്ലാക്ക് കുറേ പൊട്ടിപ്പോയിട്ട്, കാരണം മിക്കപ്പോഴും യൂസാക്കുന്നത് ബ്ലാക്ക് അല്ലേ, അപ്പം അത് കുറേ പോയി. ഇത്രയേ ഉള്ളൂ ഇപ്പം വാങ്ങണമെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാണേ. ഉത്സവത്തിനെന്താ ഇത് നല്ല ഗ്ലാസ് വള എന്നാ വിലയാണെന്നറിയാം ഇതിന്. ഈ സെറ്റിന് വന്നിട്ട് 150 രൂപ ഇത്ര എണ്ണത്തിന്. പക്ഷെ നല്ല രസമല്ലേ. സോ അതും കൂടി ഇവിടെ വെക്കാം. അപ്പം വേണ്ട ഗൈസ് നമ്മുടെ സാധനമെല്ലാം സെറ്റായി. ഈ ബോക്സ് ചെയ്ത നിമിഷം പൊട്ടിപ്പോകും. തൽക്കാലം ഇത് തന്നെ വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് മാറ്റി വെക്കട്ടെ. നെക്സ്റ്റ് ഈ ഒരു ബോക്സിലേക്ക് നമ്മുടെ കുപ്പിവളമല്ലാത്ത അല്ലറച്ചില്ല അൽക്കുലത്തെ സാധനങ്ങൾ. ഇതിൻ്റെ പഴയ വളയാണിത് കണ്ടോ. എന്താണ് തുണി പോലെ ചുറ്റി 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 വള. ബാക്കി ഇതിലേക്ക് പിന്നെ സ്ഥലമില്ല ഗൈസ്, ഞാൻ എങ്ങനെ ഇതിനെ സെറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാലയാണ് ഗൈസ്. ഞാനങ്ങനെ മാല യൂസാക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷന് മാത്രമേ
ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും മാല വാങ്ങാറുള്ളൂ. മുമ്പേ കണ്ടില്ല, ആ ഒരു മാലയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിച്ചത്. കാരണം എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച ആ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ആ മാല വാങ്ങിച്ചത്. പിന്നെ ഞാനങ്ങനെ പിന്നെ ഈ ഉത്സവത്തിന് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന ഈ ഒരു എന്താണ് ഇൻവിസിബിൾ ചെയിൻ ആ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ ഇതുണ്ട്, മാലയുടെ ബോക്സ് ഉണ്ട്, ചെറുതാണ്. കാരണം എൻ്റെ ഈ മാലയിൽ ഞാൻ എപ്പോഴും വിയർ ചെയ്യുന്ന ഈ ഒരു സ്വർണ്ണമാലയാണ്. ഇതെനിക്ക് എന്തോ ഓഫറിന് കിട്ടിയ മാല കേട്ടോ. നല്ലൊരു മാല എടുക്കാൻ പോയതല്ല, വേറെ എന്തോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഓഫറിന് ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. അയ്യോ, ഇത് എന്തോ നല്ല രസമില്ലേ, മയിലിൻ്റെ വന്നിട്ട് ഇതിനെങ്ങാണ്ട് 200 സംതിങ് ആയിരുന്നേ. അപ്പോൾ ഈ ഓഫറിന് എനിക്കിതിന് 99 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഞാനിതിന് എടുത്തു ഗൈസ്, രസമില്ലേ, അതുണ്ട്. പിന്നെ ഈ ഒരു മാല ഞാൻ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഓണപ്പരിപാടിക്ക് മാല വാങ്ങിച്ചതാണ്, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. സോ ഇത് കണ്ടില്ലേ, എന്തിനാണ് ഇത്രയും വലിയ മാലയൊക്കെ വാങ്ങിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പുത്തൻ പോലെ ഇരിക്കുകയാണ്, ഞാൻ അതിട്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ആ ഓണപ്പരിപാടിക്ക് തന്നെ വേറൊരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ അന്നിട്ടത്, ചോക്കർ. അന്നത്തെ ട്രെൻഡായിരുന്നല്ലോ ചോക്കറൊക്കെ, ഇന്നും ട്രെൻഡൊക്കെ തന്നെയല്ലേ. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ മാലയുടെ കളക്ഷൻ. എനിക്ക് മാലയുടെ കളക്ഷൻ അങ്ങനെ ഇല്ല. മാല ഇതിനകത്ത് തന്നെ നമുക്ക് മോതിരം കേട്ടോ, മോതിരത്തിന് ചെറിയ കുഞ്ഞി ബോക്സ് കേട്ടോ. എനിക്ക് മോതിരം ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ വിയർ ചെയ്യും. അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മോതിരം, അതിന് പറ്റിയ മോതിരം. ചെറിയ മോതിരത്തിനെക്കാട്ടി എനിക്കൊരിടയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയ മോതിരം ഇടുന്നത്. അന്ന് ആ ഒരു പരിപാടിയില്ല, ഞാൻ പറഞ്ഞില്ല, ഫെയർവെല്ലിൻ്റെ ആ ലുക്കിന് വേണ്ടി വാങ്ങിച്ച മോതിരമാണ് എൻ്റെ ഇത്രയും വലിയത്. വൈറ്റ് കളർ കോംബോ നല്ല രസമല്ലേ, അത് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നെ ഇതാ അങ്ങനെ. പിന്നെ ചെറിയ ടൈപ്പ് ഇതുണ്ട്, ഇതുണ്ട്. പിന്നെ ഇതാ കല്ല്. പിന്നെ വേറൊരു മോതിരമുണ്ട്, ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇതിലെന്താ എഴുതിയേക്കുന്നതെന്നുണ്ടോ, നിങ്ങൾ കാണിച്ചു തരാമേ, കാണത്തില്ല. സോറി കേട്ടോ, സോറി. രസമില്ലേ, നല്ല ക്യൂട്ടായിട്ട് സാധനം. പിന്നെ ഇതാ ഇത്. അങ്ങനെ ചെറിയ ചെറിയ മോതിരം. ഞാൻ ഈയിടയ്ക്കൊരു മോതിരം വാങ്ങിച്ചായിരുന്നു, അത് എന്ത് ചെയ്യുന്നു കാണുന്നില്ല. ഒരു ചെറിയൊരു മോതിരം എവിടെയെങ്കിലും കാണും. നമുക്ക് മോതിരമെല്ലാം ഈ ഒരു ബോക്സിലോട്ടാക്കി ഞാൻ വെച്ചു. പിന്നെ ഈ ഒരു സാധനം കണ്ടോ ഗൈസ്, അതായത് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള കമ്മലെല്ലാം ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ മാറ്റി വെക്കും കേട്ടോ. ഇത് ഞാൻ ഫെയർവെല്ലിന് വേണ്ടി വാങ്ങിച്ചതാണ് അതിൻ്റെ കൂടെ ഇടാൻ. പക്ഷെ ഞാൻ ഇത് ഇട്ടില്ല, കാരണം അത്രയും ഹെവി ആണല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് വാങ്ങിച്ചതാണ്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള കമ്മലായതുകൊണ്ട് അതിനെ മാറ്റി വേറൊരു സെക്ഷനിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ തന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നേക്കുവാണ്. എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെൻ്റെ കോലം കണ്ടില്ല, ചൂടെടുത്ത് വീർത്ത് കുളിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതുമല്ല ടൈമും നല്ലോണം ലേറ്റായി, 12 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് കാരണം എല്ലാവരും ഉറങ്ങുവാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുമ്പോൾ അതൊരു ശല്യമായല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കമ്മലെല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റാൻഡിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് പറയുന്നത് എൻ്റെ അല്ലാത്ത കമ്മലുകളുണ്ടല്ലോ, നമ്മുടെ ഈ ആൻറ്റിക് ടൈപ്പ്. ആൻറ്റിക് എന്ന് പറയുമ്പോൾ ഒരു സ്വർണ്ണ കളർ ടച്ചൊക്കെ വരുന്ന ആ കമ്മലെല്ലാം ഞാൻ
വേറൊരു ബോക്സിലാക്കിയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ കളർ ഇളകുമല്ലോ. അങ്ങനെ കുറേ കമ്മലെല്ലാം ഞാൻ ഇതിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു ബോക്സിലായിട്ട് സിൽവർ ടൈപ്പിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കമ്മലെല്ലാം അതിലും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നീള. അപ്പോൾ ഗൈസ്, ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചത് എല്ലാം മിനിമലായിട്ടേ ഉള്ളൂ. അപ്പം ഭാവിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും നല്ല ഓർഗനൈസറൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ.